ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ലീവ് പോയിട്ട് വന്നിട്ടില്ല, ഡൽഹിയിലത്തെ ആദ്യത്തെ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ എത്തിയത്. വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിന്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ട് എണീച്ചിന്. ഇതിപ്പോൾ ഒരു 9:30 ആയിട്ട് എണീക്കുമ്പം. അപ്പോൾ എണീച്ചിട്ട് അപ്പോൾ ഇന്ന് ഇപ്പം ഡൽഹിയിൽ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയി. പിന്നെ കുറേ ആൾക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും പിറ്റേ ദിവസമൊന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ടിയൊന്നും വരലില്ല. ആരെങ്കിലും ആയിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കലുണ്ടായിന്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ ആരുമില്ല, അതുകൊണ്ട് എല്ലാം തന്നെ ചെയ്യണം. അപ്പോൾ രാവിലെ എണീച്ച് ഒരു 9:30 ആയിന് എണീക്കുമ്പം തന്നെ. അപ്പോൾ എണീച്ച് ഞാൻ പുറത്തേക്കെല്ലാം ഒന്ന് തുറന്നു വിട്ടാൽ കുറേയെല്ലാം ഇന്നലെ വൃത്തിയാക്കിനി. ഇനി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെ വൃത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അടിച്ചെല്ലാം തുടക്കേണ്ടി വരും. അതിനേക്കാളും വിറ്റ് ഞാൻ ഇന്നലെ എടുത്ത എൻ്റെ ക്ലീനിങ് വീഡിയോസ് എല്ലാം ഡിലീറ്റായി പോയി ഗൈസ്. ഞാൻ ഇന്നലെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിനി. പക്ഷെ എല്ലാം ഞാൻ തന്നെ എന്തോ ഡിലീറ്റ് ആക്കുമ്പോൾ അത് കൂടെ ഡിലീറ്റ് പോയി. അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് ഇതാക്കാനില്ല. ഇത് നമ്മളെ ബാൽക്കണിയാണ് കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരും നാട്ടിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ ഇങ്ങനെ വൃത്തികേടാവില്ല. അവരെ സൈഡെല്ലാം വൃത്തിയാക്കും. ഇതിപ്പോൾ സ്റ്റെയർ കേസും എല്ലാം വൃത്തിയായിട്ടുണ്ടാവും. ഇത് അവരും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം ഒരു പ്രാവശ്യം ഞാൻ വെള്ളമൊഴിച്ച് കഴുകി. ഇനി സ്റ്റെയർ കേസും എല്ലാം ഒന്ന് കഴുകണം. പൊടിയെന്ന് വെച്ചാൽ ഈ സിമൻറ്റ് പൊടി പോലെ ഉള്ളതാണ്. അപ്പോൾ നമുക്കതൊരിക്കലും ഇങ്ങനെ ഭയങ്കര വൃത്തികേടാണ്. അതൊരിക്കലും വൃത്തിയാക്കാണ്ട് നമുക്കത് ഇതിലേക്കൊന്നും നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ബ്രഷെല്ലാം ചെയ്തു. പിന്നെ മുടിയെല്ലാം ട്രെയിനിൽ ഇന്നലെ കുളിച്ചിനി. പക്ഷേ എണ്ണയൊന്നും തേച്ച് കുളിച്ചിട്ടൊന്നുമില്ല, സാധാ വെറുതെ കുളിച്ചതേ ഇല്ലു. അപ്പോൾ ഇനി മുടിയെല്ലാം ആകെ പോയി കിടക്കുന്നു. അപ്പോൾ ഇനി കുക്കിങ്ങിലോട്ട് കിടക്കണം. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നുമില്ല. എല്ലാം റെഡിയാക്കുന്ന സെറ്റാക്കി വെക്കുന്ന അത്ര. അപ്പോൾ ചോറ് വെക്കാൻ അരിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ ചോറെല്ലാം വെക്കാനുണ്ട്. പിന്നെ ഇന്നലെ ട്രെയിൻ കുറേ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ നിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ 2 ഇത് കിട്ടീനിട്ട്. ആ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ. പക്ഷേ നമ്മൾ ട്രെയിനിൽ അത് കഴിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് അതുണ്ട്. അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടന് അത്യാവശ്യം ഇന്നലെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിനി. ഉള്ളി, തക്കാളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതുമെല്ലാം വെച്ചിട്ട് ഇനി മുട്ടയിലും പുഴുങ്ങിയിട്ട് രാവിലെ അങ്ങനെ ഒപ്പിക്കാം. ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ ചോറെല്ലാം ഉണ്ട്, അരിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറെല്ലാം വെക്കാം. ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഇത്രയും കുറേ കാലമായില്ല ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പാചകമെല്ലാം അമ്മയായിരുന്നത് കൊണ്ടും ഭയങ്കര മടിയുണ്ട് കേട്ടോ ഇങ്ങനെ കുക്കിങ്ങെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്യാസ് അടി ഓഫാക്കിയോന്ന് എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് അടി ഓണാക്കി. പിന്നെ എൻ്റെ ഗ്യാസിൻ്റെ ആ ബർണറിൻ്റെ സ്റ്റാൻഡ് തുരുമ്പ് പിടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. അതെല്ലാം ഇനിയൊന്ന് മാറ്റണം. പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പാലെല്ലാം വാങ്ങിക്കൊണ്ടുവന്നെങ്കിൽ അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ നിമോഷിന് ചായ കൊടുക്കലില്ല, ഓക്ക് ഭയങ്കര ചായപ്രാന്താണ്. അപ്പോൾ ഓക്ക് കുറച്ച് പാലും വെള്ളമാക്കി കൊടുക്കാൻ വിചാരിച്ച് ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് ബാക്കിയില്ലേലാന്ന് പൊടി കിട്ടിനി. അപ്പം കുറേ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിനി. എന്ന് വെച്ചാൽ അരി, പുട്ടുപൊടി അതെല്ലാം. പക്ഷേ എൻ്റെ അടുത്ത് പയറും കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങണത്തെ, അതുകൊണ്ട് പുട്ടൊന്നും ഉണ്ടാക്കാനാവില്ല. അപ്പം ഇന്ന് ഉപ്പുമാവിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവാണ്, അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒഴിക്കുകയേ വേണ്ടു. അപ്പോൾ എൻ്റെ ചായ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായപ്പൊടിയും കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടാ. അപ്പം അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഫിൽറ്റർ വെച്ചതുകൊണ്ട് വെള്ളം എടുക്കാൻ പോകണ്ട, അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പോകണം, അതൊന്നും ബുദ്ധിമുട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇന്നലെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് 2 ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ കപ്പ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഇന്നലെ ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നതാക്കാൻ പോവേന്ന്. ജസ്റ്റ് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിലൊരു വാട്ടർ ലെവലുണ്ട്, അത്ര വരെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മൂടി അടച്ചു കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞിനി. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 250 ml വെള്ളമാണ് അതിൽ വേണ്ടത്. പക്ഷേ അതിൽ വാട്ടർ ലെവൽ ഇല്ലതുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് മനസ്സിലാവും, അളക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ഇതാക്കിയിട്ട ഗൈസ് നല്ല ടേസ്റ്റ്, അടിപൊളി ഉപ്പുമാവ് വന്നിട്ടുണ്ടായിനി. ഞാൻ വിചാരിച്ചിന് ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിന്, പിന്നെ ബ്രെഡും പീനട്ട് ബട്ടറും വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം വെച്ച് രാവിലെ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാൽ. നിമോഷും മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഓള് ഉപ്പുമാവൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ ബ്രെഡും ഓള് കഴിക്കൂല. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനമെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പോൾ കുറേ തുണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ അരിയും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. എല്ലാം പെട്ടിയിലെല്ലാം ഇട്ട് വെക്കണം, അല്ലാണ്ട് ഇങ്ങനെ ട്രോളി ബാഗിൽ ഇങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി അതെല്ലാം ഒന്ന്
സെറ്റാക്കി ട്രോളി ബാഗെല്ലാം തട്ടുമ്പുറത്ത് കയറ്റണം. അപ്പോൾ അതിനുള്ള പണിയാണ്. അപ്പോൾ എൻ്റെ കിച്ചണിലെ സാധനങ്ങളെല്ലാം ഞാൻ ആദ്യം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചക്കേക്കിലെ ചോറ് വെക്കണം. അപ്പോൾ ഇവിടെ ഒരു സോന മൻസൂരി പറഞ്ഞ ഒരു അരിയുണ്ട്, വേഗമാവും കേട്ടോ. നമ്മളെ നാട്ടിലത്തെ നെയ്ച്ചോറിൻ്റെ അരി പോലെയുള്ള ഒരു അരിയാണ്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒരു കുക്കറിൽ ഒരു വിസിലടിച്ചാൽ അത് അങ്ങ് വെന്തോളും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. പിന്നെ ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം വലിക്കുമ്പോഴും പിന്നെ എൻ്റെ പൊടിയെല്ലാം ഇട്ട് വെക്കുന്ന പെട്ടിയെല്ലാം നോക്കുമ്പോഴെല്ലാം ഞാൻ വാങ്ങി വെച്ച സോയാ ചങ്ക്സ് ഉണ്ടായിന് അതിൽ. അപ്പം ഞാൻ വിചാരിച്ച് സോയാ ചങ്ക്സ് വറുക്കുകയും ചെയ്ത് പിന്നെ ഒരു മുട്ട ഓംലേറ്റ് എല്ലാം ആക്കി ഇന്നത്തെ ചോറിന് കറികളെല്ലാം അങ്ങനെ തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരിയെല്ലാം കഴുകിയെടുത്തു. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ഇന്നലെ പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിന്, ഉള്ളി, തക്കാളി, പൊട്ടറ്റോ, ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ. അതുകൊണ്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല കറിയും കൂടി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒഴിച്ച് കറി വേണ്ടേ. അപ്പോൾ കുറച്ച് സോയാ ചങ്ക്സ് ഉണ്ടായത് വറുക്കും കൂടി ചെയ്തു. അപ്പോൾ ചോറ് റെഡിയായി, കുക്കറിൽ അങ്ങ് ചോറും വെച്ചു, എല്ലാം റെഡിയായിട്ട് അതിന് കഴിക്കുകയേ വേണ്ടു. അപ്പോഴേക്ക് ഇത് കണ്ട ഞാൻ എൻ്റെ തട്ടെല്ലാം ഒതുക്കി വെച്ചു കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ അടുത്ത് കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഡബ്ബയിലാക്കി തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയും എല്ലാ സാധനവും വാങ്ങണം, പരിപ്പ്, കടല, ചെറുപയർ എല്ലാം വാങ്ങണം. പിന്നെ പച്ചരി അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇനി അതെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ ഞാനൊരു മുട്ട ഓംലേറ്റും കൂടി ഉണ്ടാക്കി. അപ്പം കുരുമുളക് ഞാൻ പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കുരുമുളക് കൊണ്ടുവന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഉണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ല, മറന്നുപോയി. അപ്പോൾ അതിനി പൊടിച്ച് വെക്കണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കിൽ ചെറിയൊരു ഊണ് പരിപാടിയാണ്. ഇത് പൊട്ടറ്റോ മസാലയും മുട്ട ഓംലേറ്റും പിന്നെ നമ്മളെ സോയാ ചങ്ക്സ് വറുത്തതും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഉണ്ടായിന്. അങ്ങനെ ഉച്ചക്ക് ചോറെല്ലാം കഴിച്ചു. ഇനി ഞാൻ അപ്പോഴേക്ക് കുളിക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ ഇനിയും വൈകുന്നേരം കുറച്ച് സാധനം വാങ്ങാൻ പോകണം അത്യാവശ്യമുള്ളത്. അപ്പോഴേക്ക് ഞാൻ ഇന്നലെ 2 റൗണ്ട് അലക്കിയിട്ടുണ്ടായിന് ഗൈസ്, അതെല്ലാം ആറിയിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഉണങ്ങി, അതെല്ലാം ഞാൻ എടുക്കാനാണ് പോയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൻ്റെ മുന്നിലത്തെ മരത്തിൽ തന്നെ തത്ത കൂട് കെട്ടിയിട്ടുണ്ടെന്ന്. ഒരു 10 തത്തയിൽ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. അപ്പോൾ വലിയൊരു പൊത്തുണ്ട്, അതിൽ വലിയ പൊത്തുണ്ടാക്കിയിട്ടുണ്ടായിന്. ഞാൻ വരുമ്പോൾ ഇവിടെ ഓളിത്തത്ത കൂട് കെട്ടിയിട്ടുണ്ടായിന്, പക്ഷേ ഈ തത്ത ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ ഇതെല്ലാം വേസ്റ്റാണ്, വേസ്റ്റ് എന്നും ഉണ്ട് കുറേ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം സാധനം വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ശനിയാഴ്ച മാർക്കറ്റ് ഉണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ പതിവായിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങൽ. പക്ഷേ ഇത് ആ മാർക്കറ്റല്ല, ഇത് വേറെ ഒരു മാർക്കറ്റാണ്. ഇവിടെ കുറച്ച് വില കൂടുതലാണ്. ശനി ബസാറിൽ അത്ര വിലയുണ്ടാവില്ല. അപ്പോൾ ഇവിടെ തന്നെ പച്ചക്കറി കടയുണ്ട്, പലവ്യഞ്ജന കടയുണ്ട്, ഫിഷ്, ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട പച്ചക്കറിയെല്ലാം ഞാൻ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ അപ്പൂപ്പൻ ഞാൻ എന്നാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത്യാവശ്യം വേണ്ടത്. പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിലൊന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ നിന്ന് രോഹു, കട്ട്ല, പിന്നെ വരാൽ, നമ്മളെ രൂപചന്ത് അങ്ങനെയുള്ള മീനാണ് ഉണ്ടായിന്. പിന്നെ എനിക്കിഷ്ടമൊന്നുമല്ല ഇങ്ങനത്തെ മീനൊന്നും അധികം കഴിക്കുന്നതൊന്നും. പിന്നെ ഏട്ടൻ വരാൽ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വരാൽ പോലത്തെ ഒരു മീൻ വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ എനിക്കതിനെ കാണുമ്പോൾ തന്നെ പാമ്പിനെ പോലെയാണെന്ന് തോന്നിന് കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ മുറിച്ച് തന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പച്ചരിയൊന്നും ഉണ്ടായില്ല, അപ്പോൾ പച്ചരിയും പരിപ്പ് അങ്ങനെയുള്ള എല്ലാം വാങ്ങി. പക്ഷേ ചെറുപയർ ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ മുഴുവനായുള്ള ചെറുപയർ കിട്ടൂല കേട്ടോ. ഇവരെല്ലാം പൊട്ടിയ ചെറുപയറാണ് കിട്ടൽ, പക്ഷെ അത് അത്ര ടേസ്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയിട്ടില്ല. ഈ കടയിൽ നിന്ന് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് പോലായി. അത്ര വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചു. ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്, അത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുടിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. ഇനി വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് പച്ചരി ഉണ്ട്, ആ പച്ചരിയിലിട്ട് നാളത്തേക്ക് ദോശമാവ് ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. എൻ്റെ മിക്സി എല്ലാം ഒന്ന് കേടാവാനായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. പിന്നെ ആ ഫിഷ് കൊണ്ടുവന്ന ഫിഷിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാനത് കഴുകിയെടുക്കുള്ളൂ. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കും. നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ മീൻ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് അതിൻ്റെ തല കാണുമ്പോൾ തന്നെ പാമ്പിനെ പോലെ തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ ഈ മീനിന് മുട്ടയുണ്ടായിന്, നല്ല വലിയ മുട്ടയുണ്ടായിന്. അപ്പോൾ അദ്ദേഹം പൊട്ടിക്കാണ്ട് നമുക്ക് മീൻ മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നാളെ പൊരിക്കുമ്പം എടുക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് പരിപ്പും മഞ്ഞപ്പരിപ്പും പിന്നെ പച്ചരിയാന്ന് വാങ്ങിയിട്ടുണ്ടായിന്, അതെല്ലാം ഡബ്ബയിലാക്കി വെച്ചു. ഇതെല്ലാം ഡബ്ബയിലാക്കി വെച്ചാലേ ഒരു സമാധാനമുള്ളൂ. എൻ്റെ ഡബ്ബയെല്ലാം കാലിയായി കിടക്കുന്ന കാണുമ്പം തന്നെ എനിക്കൊരു വിഷമമാണ്. ഇനി കടല, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം എത്ര ഗൈസ്. അതെല്ലാം ഇനി
വേറെ ശനി ബസാറിലാമറ്റും പോയിട്ട് വാങ്ങണം, അടുത്ത ആഴ്ച ആവണം. പിന്നെ കടുകും വാങ്ങിയിട്ടുണ്ടായിനി, അതെല്ലാം ഒരു ഡബ്ബയിലിട്ട് വെച്ചു. ഈ രാത്രി എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബ്രെഡും മുട്ടയാക്കി കഴിക്കാമെന്ന്. കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. അപ്പോൾ പീനട്ട് ബട്ടറും കൂടി ഉണ്ട്. ഈ പീനട്ട് ബട്ടറും ബ്രെഡും കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ മുട്ട ഓംലേറ്റ് ആക്കി. മുട്ടയിൽ ജസ്റ്റ് ഉപ്പും മുളക് പൊടി ഇട്ടില്ലും, കുരുമുളക് പൊടി എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ പൊടിക്കണം അത്രയെന്ന്. പൊടിക്കാനില്ല, എൻ്റെ കുഞ്ഞി ജാർ, മിക്സീൻ്റെ കുഞ്ഞി ജാർ കേടായിട്ടേ ഉള്ളത്, അപ്പോൾ എനിക്കത് പൊടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മുളക് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മുട്ടയിലാക്കി ഇനി ബ്രെഡും കൂട്ടി കഴിക്കണം. അപ്പോൾ പീനട്ട് ബട്ടറെല്ലാം ഏട്ടൻ തേച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ ഈ മുട്ടേൻ്റെ ഓംലേറ്റും കൂടി വെച്ചിട്ടാണ് കഴിച്ചിനി. നിമോഷിന് കൊടുക്കാൻ കുറച്ച് ചോറുണ്ടായിനി, ഓക്ക് ചോറും കൊടുത്തു. ഓക്ക് ഇങ്ങനത്തെ ബ്രെഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല, ഓക്ക് ചോറ് തന്നെ കഴിക്കാൻ വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയിലും. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചി ബൈ ബൈ.